കനത്ത മഴയ്ക്കിടെ നേപ്പാളിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് നദിയിലേക്ക് വീണ 2 ബസ്സുകൾ ഒഴുക്കിൽപ്പെട്ടു. 60ഓളം പേരെ കാണാതായിട്ടുണ്ടെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. 2 ബസ്സുകളിലുമായി ഡ്രൈവർമാരുൾപ്പെടെ 63 പേർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. 3 പേർ ചാടി രക്ഷപ്പെട്ടു. പുലർച്ചെ 3:30-നാണ് ബസ്സുകൾ അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയും തൃശൂലി നദി കരകവിഞ്ഞൊഴുകുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. സെൻട്രൽ നേപ്പാളിലെ മദൻ ആശ്രിത് ഹൈവേയിൽ നിന്നാണ് ബസ്സുകൾ തൃശൂലി നദിയിലേക്ക് വീണത്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബസ്സുകൾ കണ്ടെത്താൻ തീവ്രശ്രമം നടത്തുകയാണെന്ന് ചിദാൻ ചീഫ് ഡിസ്ട്രിക്ട് ഓഫീസർ ഇന്ദ്രദേവ് യാദവ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഖാണ്ടാമണ്ഡുവിലേക്ക് പോയ ഏഞ്ചൽ എന്ന ബസ്സും ഖാണ്ടാമണ്ഡുവിൽ നിന്ന് ഗൗറിയിലേക്ക് പോയ ഗണപതി ഡീലക്സ് എന്ന ബസ്സുമാണ് ഒഴുക്കിൽപ്പെട്ടത്. ഒരു ബസ്സിൽ 24 പേരും രണ്ടാമത്തേതിൽ 41 പേരുമാണ് ഉണ്ടായിരുന്നത്. സംഭവത്തിൽ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ ഖമാൻ ദഹാലഗാഥ ദുഃഖം രേഖപ്പെടുത്തി. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും കാണാതായ യാത്രക്കാരെ എത്രയും വേഗം കണ്ടെത്താനും അദ്ദേഹം നിർദ്ദേശം നൽകി. കനത്ത മഴയെ തുടർന്ന് ഖാണ്ടാമണ്ഡുവിലേക്കുള്ള എല്ലാ വിമാനങ്ങളും ഒരു ദിവസത്തേക്ക് റദ്ദാക്കിയിരുന്നു. അപകടത്തിൽപ്പെട്ട ബസ്സുകളിൽ ഒന്നിൽ നിന്ന് 3 പേർ ചാടി രക്ഷപ്പെട്ടുവെന്നാണ് വിവരം. കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തകരെ അടക്കം പ്രദേശത്ത് എത്തിച്ചേരുന്നതിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്.